എവിടെന്ന് മൂത്തവന്റെ വല്ല ജോലിയിൽ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആണെന്ന് തോ. ഈശ്വര കാത്തോളേ. ആഹാ, ബാങ്കിൽ നിന്നാ. അടുത്ത ആഴ്ച നിങ്ങളെ വീട് ജപ്തി ചെയ്യാൻ നിങ്ങൾ വരുന്നതായിരിക്കും. രാവിലെ തന്നെ കിടന്ന് കാരണത് എന്തൊരു മനുഷ്യ. രാവിലെ തന്നെ അടിച്ച് പൂക്കുറ്റിയായി ബോധമില്ലാതെ കിടന്നുറങ്ങിയാണ്. അങ്ങോട്ട് എണീക്ക് മനുഷ്യ, അല്ലെങ്കിൽ മണ്ടേ കൂടെ വെള്ളം എടുത്ത് ഒഴിക്കേ. അങ്ങോട്ട് എണീക്കുന്നേ, അങ്ങോട്ട് എണീക്ക് അങ്ങോട്ട്. ഇതെന്തേ? അടുത്ത ആഴ്ച നിങ്ങളെ വീട് ജപ്തി ചെയ്യാൻ ഞങ്ങൾ വരുന്നതായിരിക്കും. ജപ്തിയാ? ജപ്തി? ഇനി നമ്മൾ എന്ത് ചെയ്യും മനുഷ്യ? നമ്മളൊന്നും ചെയ്യണ്ടേ, ബാങ്കുകാർ വന്ന് എല്ലാം ചെയ്തോളും. അതല്ല, വീട് ബാങ്കുകാരുണ്ടോ, നമ്മൾ എങ്ങോട്ട് പോവും? ഞാൻ നമ്മളെ ശാന്തപ്പന്റെ വീടിന്റെ അടുത്തുള്ള 3 BHK അപ്പാർട്ട്മെന്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അവിടെ താമസിക്കാം. എന്തിനു പറയുന്നു? മനുഷ്യക്കൂട്ടിൽ തീ പിടിച്ചിരിക്കുമ്പോഴാണ് അങ്ങനെ കോടി. അതിനകത്ത് അണയ്ക്കാൻ നിൽക്കണ്ട, ഗ്യാസ് തീർന്നിരിക്കല്ലേ, അടുപ്പ് കത്തിക്കാം. ദേഷ്യപ്പെണ്ണെന്തിന്? നിനക്കല്ലേ ഈ വീട് പുതുക്കിപ്പണിതുള്ള വയ്യാതിരുന്ന. വീട് വെച്ചിട്ട് 10-15 കൊല്ലായി. കാലപ്പഴക്കം ചെന്ന് വീട് ചീത്തായി പോകുമെന്ന് നീ പറഞ്ഞിട്ടല്ലേടി ഈ വീടിന്റെ ആധാരം ബാങ്കിൽ കൊണ്ട് പണയം വെച്ച് ആ പൈസ കൊണ്ട് വീട് പുതുക്കി പണിഞ്ഞ. അതിനിപ്പോ എന്ത്? വീട് പുതിയതായില്ലേ? വീട് പുതുക്കിട്ടെന്തിന്? നിന്റെ കുഞ്ഞമ്മക്ക് കയറി കിടക്കാൻ എവിടാ? അടുത്ത ആഴ്ച ബാങ്കുകാർ വീട് കൊണ്ടുപോകും. അവള് ബാങ്ക് മാനേജറെ, നമ്മളെ കോവയ്ക്കവള മാധവ മാമന്റെ സുഹൃത്താണ്. അപ്പൊ മാധവ മാമനൊന്ന് വിളിച്ച് പറഞ്ഞാലാ? അയ്യോ, ആ പേരും പറഞ്ഞ് ഞങ്ങൾക്ക് ഇവിടെ തിന്ന് മുടിക്കാനല്ലേ. വീട് ബാങ്കുകാർ കൊണ്ടുപോയാലും കുഴപ്പമില്ല, അങ്ങേരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തല്ലേ പൊന്നെ. വേണ്ടല്ലേ? വേണ്ട. അതൊക്കെ പോട്ട്, ഇവിടെ 2 മരപ്പാഴുകൾ ഉണ്ടായിരുന്നല്ല, എവിടെ പോയി? രാവിലെ തന്നെ ഒരു ഫോൺ പിടിച്ചിറങ്ങിയിട്ടുണ്ട്. വലിയ യൂട്യൂബേഴ്സ് അല്ലേ? ഹലോ ഗായ്സ്, തക്രു ഫാമിലി വ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ 2 ആഴ്ച വീഡിയോ ചെയ്യാത്തതിന്റെ കാരണം നമ്മൾ ഇവിടെ ഇല്ലായിരുന്നു ഗായ്സ്, നമ്മൾ മാൽഡീവ്സിലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം തോന്നും നമ്മൾ എന്തിനാണ് മാൽഡീവ്സിൽ പോയെന്ന്. അപ്പോൾ അതിനെ പറ്റി യവൻ പറയും. പറ, എന്തിനാണ് നമ്മൾ മാൽഡീവ്സിൽ പോയെന്ന്? മാൽഡീവ്സിൽ ഞങ്ങളുടെ ഗേൾഫ്രണ്ട്സ് ആയ സ്റ്റെഫി സോഫിയായിട്ട് കറങ്ങാൻ പോയതാണ് ഗൈസ്. മാൽഡീവ്സ് മുച്ച സ്ഥലമാണ്. ബാക്കി വിശേഷങ്ങൾ ഇവൻ പറഞ്ഞു തരും. മാൽഡീവ്സിനെ പറ്റി പറയാൻ വാക്കുള്ള ഗൈസ്, അതിമനോഹരം. മാൽഡീവ്സിനെ പറ്റിയുള്ള ഫുൾ വീഡിയോ നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോഴേക്കും എടാ പട്ടി, നീ എന്നെ തേച്ചതാണല്ലേ? പിന്നെ മാൽഡീവ്സിനെ പറ്റി പറയാൻ പറഞ്ഞ ഞാൻ എന്തിനു പറയാ? അതും ശരിയാണ്. നമുക്ക് ഈ പട്ടിക്കാട്ടിന്നുകൊണ്ട് വീഡിയോ ചെയ്തിട്ട് ഒരു കാര്യമുള്ളൂ, കുറച്ച് വ്യൂസ് റീച്ച് കിട്ടിയതിന് ശേഷം ഫ്രാൻസിൽ പോയി വീഡിയോ ചെയ്യണം. ഫ്രാൻസ്? അതിന് നിനക്ക് ഫ്രഞ്ച് അറിയാമോടാ? അറിയാമോന്നാ? ജമപ്പല്ലേ അഖിൽ, വൂ വൂ അപ്പല്ലേ കമന്ത്. നീ ഇതെങ്ങനെ പഠിച്ച്? എടാ, ഞാൻ ഈ ഫ്രഞ്ച് പഠിച്ചത് ഡുവോലിംഗോ ആപ്പ് വഴിയാണ്. അതിന്റെ അകത്ത് 40+ ലാംഗ്വേജസ് അവൈലബിൾ ആണ്. അത് നമുക്ക് ഫ്രീ ആയിട്ടും ഈസി ആയിട്ടും പഠിക്കാൻ പറ്റും. ഇതെങ്ങനെയാടാ പഠിക്കണ? ഒന്ന് പറഞ്ഞേടാ. വാ, പറഞ്ഞുതരാം. എടാ, ആദ്യം നമ്മൾ ഡുവോലിംഗോ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം. ആപ്പ് ഓപ്പൺ ആകുമ്പോൾ നമ്മൾ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കണം. അപ്പോൾ 40+ ലാംഗ്വേജസ് ഇങ്ങനെ വരും. വാട്ട് വുഡ് യു ലൈക്ക് ടു ലേൺ? ഏത് കൊടുക്കട്ടെ? ഹിന്ദി. ഹിന്ദി 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 കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കണം. കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം അവർ ചോദിക്കും ഈ ആപ്പിനെ പറ്റി നിങ്ങൾ എവിടെ നിന്നാണ് അറിഞ്ഞതെന്ന്. നമ്മൾ യൂട്യൂബ് കൊടുത്തു, എന്നിട്ട് വീണ്ടും കണ്ടിന്യൂ കൊടുക്കണം. കണ്ടിന്യൂ എടുക്കുമ്പോൾ അവർ ചോദിക്കും നമുക്ക് എത്രമാത്രം ഹിന്ദി അറിയാമെന്ന്. അപ്പോൾ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഐ ആം ന്യൂ ടു ഹിന്ദി, ഐ നോ സം വേർഡ്സ് ആൻഡ് ഫ്രൈസസ്. അതിൽ നമുക്ക് ഐ ആം ന്യൂ ടു ഹിന്ദി കൊടുക്കാം, എന്നിട്ട് കണ്ടിന്യൂ. പിന്നെ നമുക്ക് ഈ ആപ്പിന്റെ അകത്ത് റിമൈൻഡർ സെറ്റ് ചെയ്യാം. അതായത് നിനക്ക് ഒരു ദിവസം എത്ര മിനിറ്റ് പഠിക്കണം എന്നുള്ളത്. കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് നിനക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. എല്ലാം കൊടുത്തു കഴിയുമ്പോൾ അവരൊരു അക്ഷരം തരും. അപ്പോൾ അതിന്റെ പ്രൊണൗൺസിയേഷൻ ആണ് നമ്മൾ കേൾക്കണം. കണ്ട, ഇനി അതിൽ 3 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ഏതാണെന്നുള്ളത് നമ്മൾ ഗസ് ചെയ്യണം. കണ്ട, ഇതാണ് അതിന്റെ പ്രൊണൗൺസിയേഷൻ. അപ്പൊ നമുക്കിത് ഗെയിം കളിക്കണ പോലെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുമല്ലേ? ഓ, പിന്നെ അവർ സ്പീക്കിംഗ്, റീഡിംഗ്, ലിസണിംഗ് എന്ന 3 ആസ്പെക്ട്സ് വെച്ചാണ് നമ്മളെ ലാംഗ്വേജസ് പഠിപ്പിക്കുന്നത്. കൊള്ളാല്ലേ ഇത്. ഇതിലെങ്ങനെയാണോ ജോയിൻ ചെയ്യണ? ഡുവോലിംഗോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ പോട്ട്, അടുത്ത വീഡിയോയിൽ മാൽഡീവ്സിന്റെ വിശേഷങ്ങൾ എന്തിനു പറയും? പിന്നെ വിശേഷങ്ങൾ, മാൽഡീവ്സിന്റെ സ്പെല്ലിംഗ് പോലും കറക്റ്റ് ആണ്. അപ്പോഴാണ് അവന്റെ പിന്നെ എന്തൊരു ഉദ്ദേശത്തിൽ തള്ളി മറിച്ചത്? അത് പിന്നെ വായിൽ വന്നത് കോതയ്ക്ക് പാട്ട്, അങ്ങനല്ലേ? നീ പേടിക്കണ്ട, നമുക്ക് മാൽഡീവ്സിൽ പോയി വീഡിയോ എടുക്കാം. അതിന് മാൽഡീവ്സ് എവിടെയെന്ന് നിനക്കറിയാമോ? കൊച്ചി കടവന്തറ അല്ലേ? കറക്റ്റ് ആണ്. നമുക്കിപ്പോ പോയേ പഴങ്കഞ്ഞി കുടിക്കാം. വാ. അച്ഛാ, അമ്മ. വന്നല്ലേ 2 വനമാലകൾ. എന്തിനാ ചണ്ടി പോയി അണ്ണാനെ കണക്കിരിക്കണ? വേണ്ട, വായിച്ച് പഠി. പഠിക്കാനോ? എന്തിനാ അച്ഛന്റെ വിശ്വമല്ലോ തന്നെ? എങ്ങോട്ട്? കുവൈറ്റില്ല? കുവൈറ്റ് അല്ല,
തെക്കോട്ട്. ഓ തെക്കോട്ട്, ഖത്തർ ഖത്തർ. അതാണ് നല്ലത്. ഈത്തപ്പഴം കുറെ കഴിക്കാം. വായി വായി. ചെപ്പി. അയ്യോ തന്നെ അറിഞ്ഞില്ല. അമ്മ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഗോവിന്ദ. അച്ഛ, ഇനി നമ്മൾ എന്ത് ചെയ്യും? മനസ്സിലായി അച്ഛ. വാടാ പോവാ. ഇനിയിപ്പോ ആരുടെ കടം വാങ്ങിക്കും? നാട്ടിലാണെങ്കിൽ മൊത്തം കടവും. എന്തൊരു ചെയ്യട്ട്. ആ, ഇപ്പഴാണ് ഒരു കാര്യം ഓർമ്മ വന്ന. എന്തൊരു? അപ്പുറത്തെ വീട്ടിലെ രമണിയക്കന്റെ മോൻ സതീശൻ ആ ബാങ്കിലെ ജോലി ചെയ്യണം. അവനടുത്ത് സംസാരിച്ചു നോക്കാൻ പറഞ്ഞാലാ. അത് വേണോ? അതിനിപ്പോ എന്ത്? അല്ല, വഴിത്തിറക്കം കാരണം നിങ്ങളും അവനും കൂടെ ഒരു പ്രാവശ്യം ഉടക്കിയതല്ലേ? എപ്പോഴേ നിങ്ങൾ അവനെ വെട്ടാനൊക്കെ പോയത്? അത് ഞാൻ വാഴക്കുല വെട്ടാൻ പോയതല്ലേ. നാട്ടുകാരെന്തെല്ലാം പറഞ്ഞുണ്ടാക്കണ്. അപ്പോഴോ ഹോസ്പിറ്റലിലായതാ? അത് വല്ല പനി പിടിച്ചതായിരിക്കും അവന്. പനി. ഇനിയിപ്പോ അവന് ഞാനോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അവൻ എപ്പോഴും അത് മറന്നു കാണും. നല്ല തങ്കപ്പെട്ട പയ്യനല്ലേ, എനിക്കറിയാവുന്നതല്ലേ. നിനക്കൊരു കാര്യം അറിയാമോ? അവന്റെ മനസ്സിൽ എനിക്കൊരു അച്ഛന്റെ സ്ഥാനമാണ്. ഞാൻ എന്തായാലും അവനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ സതീഷ് മോനെ. അയ്യോ, എന്തിനാണ്? ഹലോ മോനെ സതീശ. ആറാന്റെ മോൻ. ഞാൻ രഘു. ആ പറയടാ നാറി. മോനെ നിനക്ക് സുഖം തന്നെ? സുഖമില്ലെങ്കിൽ നീ ഉണ്ടാക്കി തരുവാടാ പുല്ലേ. നീ വിളിച്ച കാര്യം പറയടാ പട്ടി. മോൻ വർക്ക് ചെയ്യണ ബാങ്കിന്നെ ഇവിടെ ഒരു ജപ്തി നോട്ടീസ് വന്നായിരുന്നു. ആ കിട്ടിയായിരുന്നാ? അത് ഞാൻ തന്നെ അയച്ച. അയ്യോ, അത് മോൻ അയച്ച തന്നെ അല്ലേ? വളരെ സന്തോഷം. അപ്പം മോൻ ബാങ്ക് മാനേജർ പറഞ്ഞേ കുറച്ച് സാവകാശം കൂടി വാങ്ങിച്ചു തന്നിരുന്നെങ്കിൽ വലിയ ഉപകാരമായ. ആ കിട്ടിയായിരുന്നാ? അത് ഞാൻ തന്നെ അയച്ച. അയ്യോ, അത് മോൻ അയച്ച തന്നെ അല്ലേ? വളരെ സന്തോഷം. അപ്പം മോൻ ബാങ്ക് മാനേജർ പറഞ്ഞേ കുറച്ച് സാവകാശം കൂടി വാങ്ങിച്ചു തന്നിരുന്നെങ്കിൽ വലിയ ഉപകാരമായേന. അയ്യോ, ബാങ്കുകാരൻ നിനക്ക് 1 മാസം സാവകാശം തന്നതാണ് തന്നെ. പക്ഷെ അത് വെട്ടിച്ചുരുക്കി ഒരാഴ്ച ഞാൻ. സതീശ, അത് വല്ലാത്ത ചതിയായി പോയാട്ടാ. ചതിയ വഴിത്തർക്കത്തിന്റെ ഇതൊന്നും അല്ലായിരുന്നല്ല നിന്റെ ശബ്ദത്തിന്റെ ടോണ്. എന്നെ വിടണം. എടാ തൊട്ടി ഗോപാലിന്റെ മോൻ പട്ടി സതീശ, എന്റെ പറമ്പിൽ നിന്റെ സർവേക്കളി പറഞ്ഞാലേ നിന്റെ നെഞ്ചത്ത് ആ സർവേക്കളി ഞാൻ പതിപ്പിക്കും. ഓർത്തോ? ഞാൻ വെട്ടി അടിയോടെ. വേണ്ട, ഉള്ളത് പറയാലോ മോനെ. അന്ന് എനിക്ക് ജലദോഷം വരുന്നു, അതാണ് ശബ്ദത്തിന്റെ ടോണിന് വ്യത്യാസം. ഓ, അപ്പൊ അന്ന് നീ മുണ്ടില്ലാതെ ആടിയതാടാ പുല്ലേ. സതീശൻ തെണ്ടി, നിനക്ക് ഈ രഘുവിന്റെ മുണ്ടുള്ള ആട്ടെ കണ്ടുള്ളൂ, മുണ്ടില്ലാത്ത ആട്ടം കണ്ടിട്ടില്ല. അതാ കണ്ടോടാ. അതൊക്കെ ഈ രഘുമാമന് തമാശയായിട്ട് കൂട്ടിയാ പോരെ. പിള്ളേളി അങ്ങനെ കണ്ടാ മതി. ഓ, എങ്കിൽ അതുപോലൊരു പിള്ളകളിയാണ് ഈ ജപ്തി നോട്ടീസ്. അങ്ങനെ കരുതിയാ മതി. അയ്യോ, അങ്ങനെ പറയരുത്. പിന്നെ ഞാൻ എങ്ങനെ പറയണോടാ ഊളെ? അന്ന് നീ എന്റെ മുതുകത്ത് വെട്ടിയെന്ന് ചോദിച്ചപ്പോ പിറകിൽ 2 വെട്ടാണ്. മോനെ സതീശ, ഒരു വെട്ട് നിനക്ക് പ്രകൃതിദത്തമായി കിട്ടിയതാണ്. എല്ലാം കൂടി എന്റെ തലയെ കെട്ടി വെക്കാൻ നോക്കരുത്. എന്റെ അവസ്ഥ വളരെ മോശമാണ് മോനു. എനിക്കറിയായിരുന്നടാ ഈ അവസ്ഥയിൽ നീ എന്തെങ്കിലും എന്റെ അടുത്ത് ഇരന്നോണ്ട് വരുമെന്ന്. അതുകൊണ്ട് നിന്റെ നമ്പർ എന്റെ ഫോണിൽ സേവ് ആക്കി വെച്ചേക്കണ എന്തെന്നറിയാമോ? രഘുചേട്ടൻ എന്തായിരിക്കും അല്ലേ? ഓ, രഘുചേട്ടൻ പോലെ. രഘുചെറ്റ. അതിന്റെ അടുത്തൊരു 3ഉം ഒരു ജിയും. 3 ജി. മൂഞ്ചി. അത് എന്നടാ വെച്ചിട്ട് പോടാ മൂഞ്ചി പയ്യെ. സതീശൻ മോൻ അച്ഛനോട് എന്തു പറഞ്ഞു? എല്ലാം പെട്ടെന്ന് ശരിയാക്കി തരാന്ന്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറെ നാൾ കൊണ്ട് പറയുകയാണ് നമ്മൾ ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ എന്നുള്ളത്. അപ്പോൾ അടുത്ത ആഴ്ച നമ്മൾ വേറെ വീട്ടിലായിരിക്കും. അതിന്റെ വിശേഷങ്ങൾ അവൻ പറയും. ഇവിടെയാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്. വല്ല തൊഴുത്തിലായിരിക്കും ഗൈസ്. തൊഴുത്തല്ല ഗൈസ്, തൊഴുത്ത് പോലുള്ള നല്ല കോഴിക്കോടുകളുള്ള ബംഗ്ലാവ് പോലത്തെ വീടുകളായിരിക്കും. അപ്പോൾ തക്കുടു ബ്ലോഗ്സിന്റെ വേറൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൂം. അവന്റെ തൊഴുത്ത് അതാരി பணத்துக்கு தேவைன்னா எல்லாரும் என் பக்கம் வந்துடும். ஆனா அந்த பணம் திரும்பி கிடைக்கலன்னா இந்த பாண்டி முத்துவே ஓம் பக்கம் வந்துடும். തമ്പുരു പാണ്ടിമുത്തു
இப்ப புரியுதா கண்ணு? അയ്യോ, ടാപ്പ് പൊട്ടി ദ്വാരത്തിൽ കൂടെ വെള്ളം പൊട്ടി ഒലിച്ചു വരണ്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്, വെള്ളം അമൂല്യമാണ്. ഇനി കത്താ ഇതെവിടെ മൂത്തവന്റെ വല്ല ജോലിയിൽ അപ്പോയിന്റ്മെന്റ് ലെറ്ററാണെന്തോ. ഈശ്വര കാത്തോളേ. ആ ബാങ്കിൽ നിന്ന് അടുത്ത ആഴ്ച നിങ്ങളെ വീട് ജപ്തി ചെയ്യാൻ ഞങ്ങൾ വരുന്നതായിരിക്കും. ജപ്തിയാ ജലജേ. ഇങ്ങനെന്തിന് രാവിലെ തന്നെ കിടന്ന് കാരണത്? എന്തൊരു മനുഷ്യ! രാവിലെ തന്നെ അടിച്ച് പൂക്കുട്ടിയെ ബോധമില്ലാതെ കിടന്നുറങ്ങിയാണ്. അങ്ങോട്ട് എണീക്ക് മനുഷ്യ, അല്ലെങ്കിൽ മണ്ടേ കൂടെ വെള്ളം എടുത്ത് ഒഴിക്കേ. അങ്ങോട്ട് എണീക്കുന്നേ, അങ്ങോട്ട് എണീക്ക അങ്ങോട്ട്. ഇതെന്തേരി? അടുത്ത ആഴ്ച നിങ്ങളെ വീട് ജപ്തിയാൻ ഞങ്ങൾ വരുന്നതായിരിക്കും. ജപ്തിയാ? ജപ്തി? ഇനി നമ്മൾ എന്ത് ചെയ്യും മനുഷ്യ? നമ്മളൊന്നും ചെയ്യണ്ടേ, ബാങ്കുകാർ വന്ന് എല്ലാം ചെയ്തോളും. അതല്ല, വീട് ബാങ്കാരുണ്ടോ, നമ്മൾ എങ്ങോട്ട് പോവും? ഞാൻ നമ്മളെ ശാന്തപ്പന്റെ വീടിന്റെ അടുത്തുള്ള 3 BHK അപ്പാർട്ട്മെന്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അവിടെ താമസിക്കാം. എന്തിനു പറയുന്നു? മനുഷ്യക്കൂട്ടിൽ തീ പിടിച്ചിരിക്കുമ്പോഴാണ് അങ്ങനെ കോത്താനത്തെ കോമഡി. ഇനി ആ തീ അണയ്ക്കാൻ നിൽക്കണ്ട, ഗ്യാസ് തീർന്നിരിക്കല്ലേ, അടുപ്പ് കത്തിക്കാം. ദേഷ്യപ്പെണ്ടെന്തിന്? നിനക്കല്ലേ ഈ വീട് പുതുക്കി പണിതോളാ വയ്യാതിരുന്ന. വീട് വെച്ചിട്ട് 10-15 കൊല്ലായി. കാലപ്പഴക്കം ചെന്ന് വീട് ചീത്തായി പോകുമെന്ന് നീ പറഞ്ഞിട്ടല്ലേടി ഈ വീടിന്റെ ആധാരം ബാങ്കിൽ കൊണ്ട് പണയം വെച്ച് ആ പൈസ കൊണ്ട് വീട് പുതുക്കി പണിഞ്ഞ. അതിനിപ്പോ എന്ത്? വീട് പുതിയതായില്ലേ? വീട് പുതുക്കിട്ടെന്തിന്? നിന്റെ കുഞ്ഞമ്മയ്ക്ക് കയറി കിടക്കാൻ എവിടാ? അടുത്ത ആഴ്ച ബാങ്കുകാർ വീട് കൊണ്ടുപോകും. അവളെ പുതുക്കല്. ബാങ്ക് മാനേജറെ, നമ്മളെ കോവയ്ക്കവള മാധവ മാമന്റെ സുഹൃത്താണ്. അപ്പൊ മാധവ മാമൻ ഒന്ന് വിളിച്ച് പറഞ്ഞാലാ? അയ്യോ, ആ പേരും പറഞ്ഞ് ഞങ്ങൾക്ക് ഇവിടെ തിന്ന് മുടിക്കാനില്ലേ. വീട് ബാങ്കുകാർ കൊണ്ടുപോയാലും കുഴപ്പമില്ല, അങ്ങേരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തല്ലേ പൊന്നെ. വേണ്ടല്ലേ? വേണ്ട. അതൊക്കെ പോട്ട്, ഇവിടെ 2 മരപ്പാഴുകൾ ഉണ്ടായിരുന്നല്ല, എവിടെ പോയി? രാവിലെ തന്നെ ഒരു ഫോൺ പിടിച്ചിറങ്ങിയിട്ടുണ്ട്. അത് വല്ല പനി പിടിച്ചതായിരിക്കും അവന്. പനി. ഇനിയിപ്പോ അവന് ഞാനോട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അവൻ എപ്പോഴും അത് മറന്നു കാണും. നല്ല തങ്കപ്പെട്ട പയ്യനല്ലേ, എനിക്കറിയാവുന്നതല്ലേ. നിനക്കൊരു കാര്യം അറിയാമോ?